അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 6ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ ബി അസ്വാത്തിക്കും, സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ ഇഖ്ലാസ്, തർഖീഖ്, തഫ്ഖീം, തർത്തീല, തകർന്നു പോയ വീടിനെ പോലെയാണ്. ഒന്ന്, ഖുർആനിൻ്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ്. 2, ജുമാ ദിവസം ഓതുക, വെള്ളിയാഴ്ച ഓതുക, സൂറത്തുൽ കഹ്ഫ്. 3, വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾ ഖുർആൻ സാവധാനവും നിയമങ്ങൾ പാലിച്ചും ഭംഗിയായി പാരായണം ചെയ്യുക. 4, സയ്യിനുൽ ഖുർആന, ഖുർആനിനെ നിങ്ങൾ ഭംഗിയാക്കൂ, ബി അസ്വാത്തിക്കും, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട്. 5, ഘനശബ്ദം, തഫ്ഖീം. 6, ലഘുശബ്ദം, തർഖീഖ്. 7, ഖുർആൻ അല്പം പോലും ഹൃദയത്തിലില്ലാത്തവർ തകർന്നു പോയ വീടിനെ പോലെയാണ്. രണ്ടാമത്തത്, സൂറത്തുകളുടെ പുണ്യങ്ങൾ എഴുതാം. സൂറത്തുൽ വാഖിയ, അതിൻ്റെ പുണ്യമാണ് എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാകില്ല. രണ്ടാമത്തത്, സൂറത്തു യാസീൻ, യാസീനിൻ്റെ പുണ്യം 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലമാണ്. ഒരു തവണ യാസീൻ ഓതിയാൽ 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലമുണ്ടാകും. 3, സൂറത്തുൽ മുൽക്ക്, എല്ലാ രാത്രിയിലും ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയും ഖുർആനിൻ്റെ ശഫാഅത്ത് ലഭിക്കുകയും ചെയ്യും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൂരിപ്പിക്കാം. അതിലൊന്ന്, ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ മാതാപിതാക്കൾക്ക് പ്രകാശത്താലുള്ള കിരീടം ധരിപ്പിക്കപ്പെടും. 2, ഖുർആൻ മനഃപ്പാഠമാക്കിയത് മറന്നു കളയൽ വലിയ കുറ്റമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കള്ളികൾ പൂർത്തിയാക്കാം. ഒന്നാമത്തെ കള്ളിയിൽ വിധികളാണ്, രണ്ടാമത്തെ കള്ളിയിൽ അക്ഷരങ്ങളാണ് എഴുതേണ്ടത്. 1, ഇദ്ഹാർ, ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ ഹംസ്, ഹാ, ഐൻ, ഹ, ഗൈൻ, ഖാ, ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ്. 2, ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരങ്ങൾ നൗമി, നൂൻ, വാവ്, മീം, യാ. ഇദ്ഗാം ബിലാഗുന്നൻ്റെ അക്ഷരങ്ങൾ ലാം, റാ. ഇഖ്ലാബിൻ്റെ അക്ഷരം അവിടെ കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. 1, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ശൈലിയിലാണ്? നിങ്ങൾ അറബികളുടെ ശൈലിയിലും ശബ്ദത്തിലും ഖുർആൻ പാരായണം ചെയ്യുക. 6ാമത്തെ ക്വസ്റ്റ്യൻ, ആശയം എഴുതാം, അർത്ഥം എഴുതാനുള്ളതാണ്. 1, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനതൻ വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, അതിൻ്റെ അർത്ഥം എഴുതാനുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നത് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നന്മയാണ്. അതാണ് അതിൻ്റെ ആശയം, അർത്ഥം. 7ാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തമാക്കാം. ഇഖ്ലാബ്, ഇഖ്ലാബ് എന്നാൽ എന്ത്? അതാണ് വ്യക്തമാക്കേണ്ടത്. ഇഖ്ലാബ് എന്നാൽ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തെൻവീനിനെയും മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. ഇഖ്ഫ എന്നാൽ സുക്കൂനുള്ള നൂനിനെയും തെൻവീനിനെയും അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കലാണ് ഇഖ്ഫ. അപ്പോൾ ഇഖ്ഫാവിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് ശരിക്കും സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം ബാക്കിയുള്ള 15 അക്ഷരങ്ങൾ വന്നാൽ സുക്കൂനുള്ള നൂനിനെയും തെൻവീനെയും അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കുന്നതിന് ഇഖ്ഫ എന്ന് പറയുന്നു. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറാകും. 8ാമത്തെ ക്വസ്റ്റ്യൻ, 2 വീതം എഴുതാം, 2 എണ്ണം എഴുതാനുള്ളതാണ്. ഉദാഹരണങ്ങൾ. 1, ഇഖ്ഫാ, ഇഖ്ഫാവിൻ്റെ 2 ഉദാഹരണങ്ങൾ എഴുതാം. കുറേ ഉദാഹരണങ്ങളുണ്ട്, ഏതെങ്കിലും 2 എണ്ണം എഴുതുക. മിൻ തഫാവുത്ത് ഹില്യതൻ തൽബസൂനഹ വൽ ഉൻസ മാ അൻ സജ്ജാജ, അങ്ങനെ കുറേ ഉണ്ട്, ഏതെങ്കിലും 2 എണ്ണം എഴുതാം. 2, ഇഖ്ലാബിൻ്റെ ഉദാഹരണം എഴുതുക. മിൻ ബഅദി കിറാമിൻ ബറ. മൂന്നാമത്തത് ഇൽഹാറിൻ്റെ ഉദാഹരണങ്ങൾ എഴുതുക.
മൻ ആമന, കഫാരിൻ അസീം, മിൻ ഹാദിൻ, കൗമിൻ ഹാദിൻ, അങ്ങനെ തുടങ്ങി കുറേ ഉണ്ട്. ഉദാഹരണങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനഃപ്പാടമാക്കിയ സൂറത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഓതിയാൽ മതി. അപ്പോൾ ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ, ഇഖ്ലാബിൻ്റെ അക്ഷരങ്ങൾ, ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ പെട്ടെന്ന് ഉദാഹരണങ്ങൾ ലഭിക്കും. പുസ്തകത്തിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ എഴുതണമെന്നില്ല. ഇഖ്ഫായിൻ്റെയും ഇഖ്ലാബിൻ്റെയും ഇദ്ഹാറിൻ്റെയും ഉദാഹരണങ്ങളായാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ വളരെ ശൈലിയോടുകൂടെ നിയമാനുസൃതം ഓതാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.